മുണ്ടക്കയം ഗ്രാമം വീണ്ടും ഒന്നിക്കുകയാണ്. ഇരുവൃക്കകളും തകരാറിലായ വട്ടക്കാവ് സ്വദേശിനി സരിത സന്തോഷനായി. പഞ്ചായത്തിലെ 18-ാം വാർഡ് വട്ടക്കാവിൽ അർച്ചന ഭവനിൽ 39 വയസ്സുള്ള സരിത സന്തോഷാണ് ഗുരുതരാവസ്ഥയിൽ പാലാ മാർസ്ലീവ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്നത്. 15 ലക്ഷത്തോളം രൂപയാണ് വൃക്ക മാറ്റിവെക്കുവാൻ വേണ്ടത്. മാതൃ സഹോദരി വൃക്ക ദാനം ചെയ്യാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ശസ്ത്രക്രിയയ്ക്കും തുടർന്നുള്ള ചികിത്സയ്ക്കുള്ള പണമാണ്. ഇതിനായാണ് ഒരു നാട് കൈകോർക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ പണസമാഹരണം നടത്തുമെന്ന് സരിത സന്തോഷ് സഹായനിധി ചെയർമാൻ റോയി കപ്പുലിമാക്കൽ, വൈസ് ചെയർമാൻ രേഖാദാസ്, ജനറൽ കൺവീനർ ജെയിംസ് പി ജോസ്, കൺവീനർമാരായ PR അനുപമ, ഷീല ഡൊമിനിക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സരിത സന്തോഷിന് വൃക്ക സംബന്ധമായ രോഗം സ്ഥിരീകരിക്കുകയും സരിതയുടെ 2 വൃക്കകളും മാറ്റിവെക്കണമെന്നുള്ള നിർദ്ദേശം വരികയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നിർധനരായിട്ടുള്ള കുടുംബമാണ്. സന്തോഷ് എന്നയാൾ കൂലിപ്പണിക്കാരനാണ്. 2 പെൺകുട്ടികളുണ്ട്. ഒരാൾ പ്രീ ഡിഗ്രി പൂർത്തീകരിച്ചു, മറ്റേയാൾ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. സാമ്പത്തികമായി വളരെയധികം പിന്നോക്കാവസ്ഥയിലുള്ള ഈ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മുണ്ടക്കയം പഞ്ചായത്തിലെ 21 വാർഡിലുമുള്ള സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഇപ്പോൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക മേഖലയിലുള്ളവരും കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നടക്കം നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും ഒരു സഹായ സഹകരണം ആവശ്യമാണ്. വൃക്ക മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക സമാഹരിക്കുന്നതിന് എല്ലാവരുടെയും ഒരു സഹകരണത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി കൂടുകയും അതുപോലെ തന്നെ വാർഡ് അടിസ്ഥാനത്തിൽ വാർഡ് തലത്തിലും കമ്മിറ്റികൾ കൂടുകയും ചെയ്യുകയുണ്ടായി. നമുക്ക് വൃക്ക മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് 15 ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ മാർസ്ലീവ മെഡിസിറ്റിയിലാണ് ചികിത്സ നടത്തുന്നത്. അമ്മയുടെ സഹോദരിയാണ് വൃക്ക ദാനം ചെയ്യുന്നത്. തുടർന്നുള്ള ചികിത്സയ്ക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഈ കുടുംബത്തെ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോഴത്തെ ചികിത്സയും നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് നടത്തുന്നത്. ഉടനെ തന്നെ ഓപ്പറേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള തുക കണ്ടെത്തുന്നതിനാണ് എല്ലാവരുടെയും ഒരു സഹായ സഹകരണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കമ്മിറ്റി കൂടുന്നതും എല്ലാവരുടെയും അടുത്തേക്ക് വരികയും ചെയ്യുന്നത്. മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് പിരിവ് നടത്തുന്നതിനും 26-ാം തീയതി ഞായറാഴ്ച മുണ്ടക്കയത്തിൻ്റെ 21 വാർഡിലെയും എല്ലാ വീടുകളിലും കയറി അവരവരെ കൊണ്ട് പറ്റുന്ന സാമ്പത്തികം നൽകണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണുള്ളത്. 25-ാം തീയതി മുണ്ടക്കയം വ്യാപാര സ്ഥാപനങ്ങളിലും ടൗൺ കേന്ദ്രീകരിച്ചും 26-ാം തീയതി ഞായറാഴ്ച പഞ്ചായത്തിലെ 21 വാർഡുകളിലെ മുഴുവൻ വീടുകളിലും ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും വിവിധ മതസമുദായ നേതാക്കളുടെയും നേതൃത്വത്തിലും ഫണ്ട് സമാഹരണം നടത്തും. വിദേശ രാജ്യങ്ങളിൽ ഉള്ളവർക്ക് സഹായം കൈമാറാനായി ഗൂഗിൾ പേ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 25-ാം തീയതി രാവിലെ 11 മണി മുതൽ വ്യാപാരി വ്യവസായികളുടെ സഹകരണത്തോടെ മുണ്ടക്കയം ടൗണിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും ധനസമാഹരണം നടത്തുന്നതാണ്. അതുപോലെ തന്നെ സ്വദേശത്തും വിദേശത്തുമുള്ളവർക്ക് ഈ സരിത സന്തോഷിൻ്റെ പേരിൽ തന്നെ യൂണിയൻ ബാങ്കിൽ തുടങ്ങിയിരിക്കുന്ന ആ അക്കൗണ്ടിൽ ഒരു ഗൂഗിൾ പേ നമ്പരുമുണ്ട്. ആ ഗൂഗിൾ പേ നമ്പർ 75 10 61 36 93. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, 75 10 61 36 93. ഈ ഗൂഗിൾ പേ നമ്പറിൽ പൈസ അയക്കാവുന്നതാണ്. എല്ലാ സുമനസ്സുകളുടെയും സഹായ സഹകരണങ്ങൾ അപേക്ഷിക്കുകയാണ്. പകച്ചു നിൽക്കുന്ന ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ബഹുമാനിയായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ എല്ലാ ആൾക്കാരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് 25-ാം തീയതിയും 26-ാം തീയതിയും കൈ കോർക്കണം, ഒത്തൊരുമിച്ച് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. കൂലിപ്പണിക്കാരനായ സന്തോഷിന് സരിതയുടെ ചികിത്സയ്ക്കായി ഭീമമായ തുക കണ്ടെത്താനാവില്ല. 2 പെൺകുട്ടികൾ അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം. സരിത സന്തോഷിന്റെയും കുടുംബത്തെയും സഹായിക്കാനായി നാട് ഒരുമിക്കുമ്പോൾ എല്ലാ സുമനസ്സുകളും പങ്കാളികളാകണമെന്നും സഹായനിധി സമാഹരണ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഇവിടെ പ്രസിഡന്റും ചെയർമാനുമൊക്കെ സൂചിപ്പിച്ചതുപോലെ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിൽ താമസിക്കുന്ന
സരിത സന്തോഷിൻ്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട ഒരു വിപുലമായ യോഗം വിളിച്ചതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി നീങ്ങിയിരിക്കുന്നത്. ഈ വരുന്ന 25, 26 തീയതികളിലായിട്ട് നമ്മൾ ഫണ്ട് സമാഹരിക്കുകയാണ്. മാർസ്ലിവ മെഡിസിറ്റിയിൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ബന്ധപ്പെട്ട എല്ലാ സജ്ജീകരണങ്ങളും റെഡിയായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മാതൃ സഹോദരിയാണ് സരിത ചേച്ചിക്ക് ഈ വൃക്ക ദാനമായി നൽകുന്നത്. മറ്റ് ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ട എല്ലാ സഹകരണങ്ങളും എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം. മുണ്ടക്കയത്തെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ ചികിത്സാ സഹായ ധനസമാഹരണം ഏറ്റവും നല്ല രീതിയിൽ മാതൃകാപരമായ രീതിയിൽ കണ്ടെത്തുകയും അവരെ നമ്മൾ എല്ലാവരും നമ്മളോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ ഈ ഒരു പ്രവർത്തനം കൂടി ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രതികൂല കാലാവസ്ഥയാണ്, നമുക്കറിയാം, മഴയുണ്ട്, അതുപോലെ തന്നെ സ്കൂൾ തുറവയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സംഘാടക പ്രവർത്തകർ 2-3 ദിവസങ്ങളായി എല്ലാ വാർഡുകളിലും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുന്ന ശ്രീ റോയി കപ്പിലുമാക്കൽ, വൈസ് ചെയർമാനായിട്ട് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, കൺവീനർമാരായി വൈസ് പ്രസിഡന്റ് കൂടിയായ ഷീല ഡോമിനിക്ക്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, ബ്ലോക്ക് മെമ്പർമാർ, അങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായി പൊതുപ്രവർത്തകരും എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വ്യാപാരി സുഹൃത്തുക്കളുടെയും ഒക്കെ നമുക്ക് എല്ലാ ആളുകളുടെയും സഹായം വേണം ഇതുമായി ബന്ധപ്പെട്ട്. മുണ്ടക്കയം യൂണിയൻ ബാങ്കിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 33201010140068. IFSC കോഡ് UBIN 05337118. ഗൂഗിൾ പേ നമ്പർ 7510613693 എന്നീ നമ്പറുകളിലും പണം നൽകാവുന്നതാണ്.